ലളിതമായ രീതിയിൽ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിലേക്കായി ഞാൻ മിസ്സിസ് നന്ദിനി മാഡത്തിനെ ക്ഷണിക്കുകയാണ്. ജന്മദിനം ആഘോഷിക്കുന്ന മലയാള നാടിന് നമോവാകം. വിശാഖപട്ടണം കേരള കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിക്കുന്ന കേരളോത്സവത്തിൻ്റെ ഭാഗമായ സാഹിത്യ സദസ്സിൽ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്ന മലയാളത്തിലെ പ്രിയ എഴുത്തുകാരൻ ശ്രീമാൻ സി രാധാകൃഷ്ണൻ സാറിനും നമ്മുടെ എല്ലാവരുടെയും ആരാധ്യനായ ശ്രീമാൻ LR സ്വാമി സാറിനും കലാസമിതി പ്രസിഡൻറ്റിനും പിന്നെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ എല്ലാ സഹൃദയ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ആദ്യം നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഞാനൊരു ചെറിയ കഥ പറഞ്ഞോട്ടെ. വൃദ്ധൻ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് പഴക്കമേറിയ ഒരു വെള്ള മുണ്ട് ചുറ്റി തോർത്തു പുതച്ച് ഭസ്മക്കുറിയും അണിഞ്ഞ് വീടിൻ്റെ പുറത്തളത്തിൽ ആരെയോ പ്രതീക്ഷിച്ചിരിപ്പാണ്. കണ്ണുകൾ പഠിക്കലാണ്. പ്രായാധിക്യത്താലും ദാരിദ്ര്യത്താലും വരണ്ടുണങ്ങിയ ശരീരത്തിന് തീരെ യോജിക്കാത്തൊരു അക്ഷമ ആ മുഖത്തുണ്ട്. അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് മണി ഓർഡറോ പെൻഷനോ കൊണ്ടുവരുന്ന ഒരു പോസ്റ്റ്മാനെ ആകാം, ദീർഘകാലത്തിന് ശേഷം തിരിച്ചു വരുന്ന മകനെ ആവാം, അങ്ങേയറ്റം ഭക്ഷണവുമായി വരുന്ന ഒരു കാരുണ്യത്തെ ആവാം. നമ്മളിങ്ങനെ പലതും സങ്കല്പിക്കുകയാണ്. ആ ഇരിപ്പിലിരുന്ന അയാൾ പലതും ചിന്തിക്കുന്നുണ്ട്. അകാലത്തിൽ മൃതി അടഞ്ഞ വാർദ്ധക്യത്തിന് ഊന്നുവടികളാവേണ്ടിയിരുന്ന 2 ആൺമക്കൾ, വേദന തിന്നു മരിച്ച സഹധർമ്മിണി, ഓർമ്മയുടെ പ്രവാഹം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊന്നുമല്ല, എല്ലാം ഒടിഞ്ഞു നുറുങ്ങിയ ഓർമ്മ പൊട്ടുകളാണ്. അപ്പോൾ പടി കടന്ന് ചെറുപ്പക്കാരനായ ഒരു ഉദ്യോഗസ്ഥനും 2-3 കീഴ് ജീവനക്കാരും മുറ്റത്തേക്ക് വരുന്നു. വീട് ജപ്തി ചെയ്തതായുള്ള നോട്ടീസ് പതിപ്പിച്ച് വീട് പൂട്ടി വൃദ്ധനെ കുടിയൊഴിപ്പിക്കാൻ വരുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്. പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയ വൃദ്ധൻ തന്നെ ഏൽപ്പിച്ച എന്തോ ഒരു സുപ്രധാന ദൗത്യം നിർവഹിക്കുന്നത് പോലൊരു തിടുക്കത്തിൽ താക്കോൽ കൂട്ടം ഈ ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ച് പടിക്കലേക്ക് നടന്നു തുടങ്ങുന്നു. ശാപവാക്കുകളില്ല, യാചനകളില്ല, കണ്ണുനീരില്ല, പരിഭവങ്ങളില്ല. ഇങ്ങനെ ഒരു രംഗമല്ല ഉദ്യോഗസ്ഥൻ അവിടെ പ്രതീക്ഷിച്ചത്. ദരിദ്രവാനും അനാരോഗ്യവാനുമായ ഒരു കിഴവൻ സ്വന്തം വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ കൈകളുമായി ഇറങ്ങിപ്പോവാണ്. പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ ചെന്ന് അദ്ദേഹത്തെ തടഞ്ഞു. ഇങ്ങനെ പോകണമെന്നില്ല, താങ്കൾക്ക് അത്യാവശ്യം വേണ്ട വസ്തുക്കളൊക്കെ എടുക്കാം. ചെറുപ്പക്കാരൻ്റെ അറിവില്ലായ്മയെ കാരുണ്യത്തോടെ നോക്കി വൃദ്ധൻ വീണ്ടും നടന്നു തുടങ്ങുകയാണ്. ദയവ് ചെയ്ത് ഇങ്ങനെ പോകരുത്, എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകൂ. ചെറുപ്പക്കാരൻ്റെ ഉദ്യോഗസ്ഥൻ്റെ യാചനയാണ്. ഇപ്പോൾ ചെറുപ്പക്കാരൻ്റെ ധർമ്മസങ്കടത്തിൽ വൃദ്ധനും ദുഃഖിതനാണ്. അയാളെ വിഷമിപ്പിക്കാൻ വയ്യ. അപ്പോൾ വൃദ്ധൻ ചുറ്റും നോക്കി മുറ്റത്ത് കിടന്നിരുന്ന ഒരു വെള്ളാരം കല്ലെടുത്ത് കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ച് ആശ്വാസത്തോടെ പടിക്കലേക്ക് നടന്നു തുടങ്ങുകയാണ്. പെട്ടെന്ന് ഈ ഉദ്യോഗസ്ഥൻ ചെന്ന് അദ്ദേഹത്തെ തടഞ്ഞു. ഇതൊരു തറവാടല്ലേ, പണ്ടത്തെ കാരണവന്മാർ നിധികളോ രത്നക്കല്ലുകളോ ഒക്കെ ഇവിടെ കുഴിച്ചിട്ടിട്ടില്ല എന്ന് ആർക്കറിയാം? താങ്കൾ ഈ എടുത്തുകൊണ്ടുപോകുന്ന കല്ല് വിലമതിക്കാനാവാത്ത ഒരു അമൂല്യ രത്നമാണെങ്കിൽ എൻ്റെ സ്ഥിതി എന്താകും? അതുകൊണ്ട് ഈ കല്ലെടുക്കരുത്, താങ്കൾക്ക് അത്യാവശ്യമുള്ള വേറെന്തെങ്കിലും എടുത്തുകൊണ്ട് പോകൂ. കൈക്കുള്ളിൽ തീക്കനൽ പൊള്ളിയ വൃദ്ധൻ ഭീതിയോടെ ഈ കല്ല് നിലത്ത് വലിച്ചെറിഞ്ഞ് തിടുക്കത്തിൽ പടി കടന്നു മറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഓർക്കുന്നുണ്ട്, ആർക്കറിയാം, ഈ രത്നങ്ങളും മുളച്ചു പൊന്തുന്നത് ഈ പാഴ്മണ്ണിൽ നിന്ന് തന്നെയാണല്ലോ. ആർക്കറിയാം? ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സിൽ എങ്ങാനും പഠിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഓർമ്മ വായിച്ച ശ്രീമാൻ സി രാധാകൃഷ്ണൻ്റെ സ്ഥിതപ്രജ്ഞൻ എന്ന ചെറുകഥയാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാവാനാണ് സാധ്യത. അന്നൊക്കെ ഒരു കളിപ്പാട്ടം പോലെ വീട്ടിൽ കിട്ടിയിരുന്ന സാധനം അതായിരുന്നു. പിന്നീട് ഞാൻ ഈ കഥ വായിച്ചിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ പ്രമുഖ കഥാസമാഹാരങ്ങളിൽ ഒന്നും ഞാനിത് കണ്ടിട്ടില്ല. ഒരു അടർന്ന് വീഴാൻ നിൽക്കുന്ന കണ്ണുനീർ തുള്ളി പോലുള്ളൊരു കഥ. പിന്നീട് എത്ര ചെറുകഥകൾ വായിച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാള ചെറുകഥകൾ 5 തിരഞ്ഞെടുത്താൽ ഒന്ന് ഇപ്പോഴും സ്ഥിതപ്രജ്ഞൻ തന്നെ. ഇത് എത്രയോ വർഷങ്ങളുടെ പൊടി തട്ടിയാണ് ഞാൻ ഈ കഥ പറയുന്നത്. തീർച്ചയായും എനിക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവാം.
പക്ഷെ അത് എൻ്റെ ഒരു അറിവുകേടായി അദ്ദേഹം ക്ഷമിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നീട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അർജുനെ കാണുന്നത് വരെ സി രാധാകൃഷ്ണൻ എന്നാൽ സ്ഥിതപ്രജ്ഞനായിരുന്നു. എല്ലാം മായ്ക്കുന്ന കടലിലൂടെ, മുൻപേ പറക്കുന്ന പക്ഷികളിലൂടെ, കരൾ പിളരും കാലത്തിലൂടെ, ഇനിയൊരു നിറകൺ ചിരിയിൽ അവസാനിച്ച എൻ്റെ അർജുൻ്റെ കഥ. കൂടെ അപ്പുവും നടക്കുന്നുണ്ടായിരുന്നു. അപ്പു നടക്കുന്ന വഴി അർജുന് സമാന്തരമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുഴ മുതൽ പുഴ വരെ, പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും, സ്പന്ദമാപിനികളെ നന്ദി, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ, വേർപാടുകളുടെ വിരൽപ്പാടുകൾ, ഒപ്പം അപ്പുവും വരുന്നുണ്ട്. പക്ഷെ അപ്പുവിനോട് എന്നും ആദരവ് കലർന്ന ഒരു അകൽച്ചയായിരുന്നു. കാരണം ശ്രീമാൻ സി രാധാകൃഷ്ണന്റെ ആത്മകഥ തന്നെയാണ് അപ്പുവിൻ്റെ കഥ എന്നൊരു തോന്നൽ ആദ്യം മുതൽ തന്നെ പ്രചരിച്ചിരുന്നു. പലയിടത്തും പലരും അങ്ങനെ എഴുതും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിളാനദി ഓരം വളർത്തിയ അപ്പു, കൊടൈക്കനാലിലെ ഒബ്സർവേറ്ററിയിൽ ശാസ്ത്രജ്ഞനായ അപ്പു, പിന്നീട് ഒരു ശിക്ഷാ നടപടി പോലെ പൂനെയിലെ സൈസ്മോളജി സെന്ററിൽ ഭൂമിയുടെ ഹൃദയസ്പന്ദനം അളക്കുന്ന അപ്പു, ഒരേ സമയം എഴുത്തുകാരനും ശാസ്ത്രജ്ഞനുമായ അപ്പു, ശാസ്ത്രത്തിൻ്റെ അനന്ത സാധ്യതകളും അതിക്രൂരതയും ശാസ്ത്രജ്ഞരിൽ ഉളവാക്കുന്ന മാനസിക വ്യതിയാനത്തെ മണ്ണിലേക്ക്, പച്ചയിലേക്ക്, ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്ന അപ്പു. അപ്പു എനിക്ക് ആരാധ്യനായ എഴുത്തുകാരൻ തന്നെയാണ് അങ്ങോട്ട് ഉറച്ച് വിശ്വസിച്ചതോടെ അയാൾ ഒരു മാതൃകാ പുരുഷനായി മാറി, വിമർശനങ്ങൾക്കൊക്കെ അതീതനായി. അതുകൊണ്ട് തന്നെ എന്നും എൻ്റെ നായകൻ അർജുനായിരുന്നു. വിടർന്ന കണ്ണുകളും നീണ്ട മൂക്കുമുള്ള അർജുൻ, വസന്തത്തിൻ്റെ ഇടിമുഴക്കത്തിന് കാതോർത്ത് പാതിരാത്രിയിൽ വീട് വിട്ടിറങ്ങിയ അർജുൻ, ഗോഖൻ എന്ന വാടക കൊലയാളിയെയും കൂട്ടരെയും ഇടിക്കട്ട കൊണ്ട് ഇടിച്ചു കൊല്ലുന്ന വർഗശത്രുവിനെ ഉന്മൂലനം ചെയ്ത് ചൂഷിതരുടെ വിശപ്പകറ്റുന്ന, പണപ്പെട്ടിയുമായി കുളത്തിൽ ചാടിയ കൊള്ളപ്പലിശക്കാരനെ കല്ലെറിഞ്ഞു കൊന്ന് ആദിവാസികളുടെ ഭൂമി തിരിച്ചു പിടിക്കുന്ന ധീരനായകൻ. മുൻപേ പറക്കുന്ന പക്ഷികൾ അവസാനിക്കുമ്പോൾ അർജുന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷെ മനസ്സ് കൊതിച്ചിരുന്നു, അവൻ എവിടെ ഉണ്ട്, കൂടുതൽ ശക്തനായി അവൻ ആഞ്ഞടിക്കും, അവൻ നടക്കുന്ന വഴികളിലെല്ലാം ചോരപ്പൂക്കൾ വിടരും. ഒടുവിൽ പതിഞ്ഞ മൂക്കും ഇടുങ്ങിയ കണ്ണുകളും നേർത്ത ചുണ്ടുകളും ഒരു പ്ലാസ്റ്റിക് സർജറിയിലൂടെ നേടി അവൻ താപ്പ എന്നൊരു പേരും സ്വീകരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു നിരാശ, എതിർപ്പ്, എൻ്റെ പ്രായവും അതായിരുന്നു. എൻ്റെ കുന്തിപുത്രൻ അർജുനെ പോലെ അജയ്യനായ സുന്ദരനായ എൻ്റെ അർജുൻ കേവലം നിലനിൽപ്പിനു വേണ്ടി പേരും മുഖവും കളഞ്ഞ് അറ്റുപോയ കുടുംബ ബന്ധങ്ങളുടെ ചരടുകൾ തേടി നടന്ന് ഒടുവിൽ ഒരു നിറകൺ ചിരിയുമായി ഇരുളിലേക്ക് ഇറങ്ങി, ഇരുളിൽ അലിഞ്ഞലിഞ്ഞ് തീർന്നപ്പോൾ ഒരു പ്രിയ സ്വപ്നം തകർന്നു പോയതുപോലെ വല്ലാതെ ഉറക്കെ കലഹിച്ചൊരു മനസ്സ്. സമാനതകളില്ലാത്ത നോവൽ നവകം എന്നറിയപ്പെടുന്ന അതിബൃഹത്തായ 9 നോവലുകളിലൂടെ എനിക്ക് തീർത്തും അന്യമായിരുന്ന വിപ്ലവത്തിൻ്റെയും ഭൗതിക ശാസ്ത്രത്തിൻ്റെയും ലോകം തുറന്നു തന്ന സി രാധാകൃഷ്ണൻ എന്ന അപൂർവ പ്രതിഭ. പക്ഷേ പിന്നീട് എവിടെ വെച്ചാണ് ഞാൻ ഈ അർജുനെ ഭയപ്പെടാൻ തുടങ്ങിയത് എന്ന് എനിക്കറിയുന്നില്ല. അത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. ഒരുപക്ഷെ എൻ്റെ മകന് അർജുനോളം പ്രായമായപ്പോഴാവാം അർജുൻ്റെ സ്വപ്നങ്ങളെ, വഴികളെ, അർജുനെ, അവൻ്റെ കഥയൊക്കെ ഞാൻ വല്ലാതെ ഭയപ്പെടാൻ തുടങ്ങി. പ്ലാസ്റ്റിക് സർജറിയിലൂടെയോ ഭക്തിമാർഗത്തിലൂടെയോ മാപ്പുസാക്ഷിയായോ എങ്ങനെയെങ്കിലും മക്കളൊക്കെ വീട്ടിൽ തിരിച്ചെത്തിയാൽ മതിയെന്നായി. വിഫലമായ ഇന്ത്യൻ വിപ്ലവ മുന്നേറ്റത്തെ അപഹരിക്കപ്പെട്ട യൗവനമെന്നോ, ധൂർത്തടിക്കപ്പെട്ട യൗവനമെന്നോ, പാഴായി പോയ യൗവനമെന്നോ ഒക്കെ മനസ്സ് നിർവചിക്കാൻ തുടങ്ങിയപ്പോൾ ലോകത്തെ ഏതൊരു അമ്മയും പോലെ ഞാനും സ്വാർത്ഥയായി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അർജുൻ്റെ നായികയാവാൻ 100,000 പേരുണ്ടാവാം, പക്ഷെ അർജുൻ്റെ അമ്മയാവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അതൊരു കാലം, അർജുനെ പ്രേമിച്ച കാലം, അർജുനെ ഭയന്ന കാലം. പിന്നീടാണ് അറിവിൻ്റെ അഞ്ജന സൂചി കൊണ്ട് അകക്കണ്ണിലെ തിമിരപ്പാട നീക്കി കാഴ്ച തെളിവേകിയ
പരമാചാര്യ കാരുണ്യത്തിന് തിരുമുൽ കാഴ്ചയുമായി തിരുമധുരം എത്തിയത്. ചാതുർവർണ്ണയത്തിൻ്റെ അരിപ്പയിൽ അരിച്ച് ജാതി വിദ്വേഷങ്ങളുടെ കടുനിറങ്ങൾ പൂശി കടുത്ത അവഹേളനത്തിൻ്റെ അഗ്നികുണ്ഡത്തിൽ എരിഞ്ഞ് വാമൊഴികളുടെയും വരമൊഴികളുടെയും പ്രഹസനത്തോടെ ചതഞ്ഞരഞ്ഞ് ഒരു സത്യം നമ്മുടെ മുന്നിലെത്താൻ എത്ര പുരുഷായുസ്സുകൾ നമ്മൾ കാത്തിരിക്കണം? ഒരു 14 തലമുറ കാത്തിരുന്നാൽ സത്യം പുറത്തു വരുമോ? ഗ്രന്ഥങ്ങളിലൊന്നും തെളിച്ചു പറയുന്നില്ലെങ്കിലും തുഞ്ചത്തെ ആചാര്യന്റെ പേര് കൃഷ്ണൻ എന്നാണെന്നും അപ്പു എന്നൊക്കെ വിളിക്കുമായിരുന്നു എന്നും അറിവുണ്ട്. ഇപ്പൊ നോക്കൂ, 14 തലമുറകൾക്ക് ശേഷം ആ കുടുംബത്തിലെ അപ്പു എന്ന് വിളിപ്പേരുള്ള മറ്റൊരു കൃഷ്ണൻ ഏത് പൂർവജന്മാർജിതമായ പുണ്യത്തിനാലാണോ തൻ്റെ പൂർവസൂര്യയുടെ ജീവകഥ എഴുതാൻ നിയോഗിതനായി. നമ്മൾ കാണാറില്ലേ, തിരയെടുത്തു കൊണ്ടുപോകുന്ന കനപ്പെട്ട വസ്തുക്കൾ കുറേ നേരം ഓളക്കയ്യുകളിൽ ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞും ചാഞ്ചാടിയ ശേഷം പിന്നീട് കരയിലേക്ക് തന്നെ, തീരത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നത് പോലെ സത്യം അതിൻ്റെ എല്ലാ തേജസ്സോടും പ്രഭാവത്തോടും തെളിഞ്ഞു വരാൻ ഒരു നിയോഗം. നിമ്നോന്നതങ്ങളിലൂടെ ഒഴുകുന്ന നദി പോലെ കാലഗതിക്കൊത്ത് താന്നിയൂരിൽ നിന്നും നിളയുടെ ഒഴുക്കിനെതിരെ നീന്തി നീന്തി ശോകനാശിനിയിലെ ജ്ഞാനപ്പാറപ്പുറത്ത് അവസാനിച്ച ഒരു ജീവിതം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഭാഷാപിതാവായ തുഞ്ചത്തെ ആചാര്യന്റെ ജീവകഥയായ തീക്കടൽ കടഞ്ഞ് തിരുമധുരം പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന അന്വേഷണങ്ങളുടെ, പഠനങ്ങളുടെ, ധ്യാനത്തിൻ്റെ കൈവല്യമാണ്. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ. എത്രയെത്രയോ തലമുറകളിൽ, എത്രയെത്രയോ സന്ധ്യകളിൽ, എത്രയെത്രയോ ഭദ്രദീപങ്ങൾക്ക് മുന്നിൽ, എത്രയെത്രയോ ചുണ്ടുകളിൽ നിന്ന് ഊറി വന്ന വരികൾ. എണ്ണയാട്ടിയ ചക്കാലൻ രാജവിലക്ക് കാരണം തിരുമുറ്റത്ത് കയറാനാവാതെ പുറത്തു നിന്നപ്പോൾ 18 കാവുകളിലെയും മൺചിരാതുകൾ ദിവസേന ആ എള്ളെണ്ണയിൽ പൂത്തപ്പോൾ വെളിച്ചം നിറഞ്ഞു കത്തിയത് ആചാര്യശ്രേഷ്ഠന്മാരുടെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ മനസ്സിലല്ല, ആ ആചാര്യൻ, ഋഷി തുല്യനായ ആ ആചാര്യന്റെ മനസ്സിലായിരുന്നു. ഇപ്പോ എന്നും സന്ധ്യയ്ക്ക് രാമായണം തുറക്കുമ്പോൾ അത് ശ്രീരാമൻ എന്നൊരു അവതാര പുരുഷന്റെ കഥയായി തോന്നുന്നതേയില്ല. സീതാ വിരഹവും രാമന്റെ ദുഃഖവും ദശരഥന്റെ പുത്രശോകവും എല്ലാം ഒരു ഭാഷയ്ക്ക് വേണ്ടി, ഒരു ഭാഷയുടെ പേരിൽ ജീവിതകാലം മുഴുവൻ വേട്ടയാടപ്പെട്ട ഒരു ആചാര്യശ്രേഷ്ഠന്റെ ചക്കിൽ നിന്ന് ഊറുന്ന എണ്ണയിലും ശരീരത്തിലൂടെ ഒഴുകുന്ന വിയർപ്പിലും ഹൃദയത്തിൽ കിണിഞ്ഞ രക്തത്തിലും മാഞ്ഞു പോവുകയാണ്. ഭാഷാപിതാവിൻ്റെ സാന്നിധ്യം ഹൃദയം കൊണ്ട് അനുഭവിച്ചറിഞ്ഞത് പാലക്കാട് ചിറ്റൂരിലെ ഗുരുമഠത്തിൽ ചെന്നപ്പോഴാണെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ. ഞങ്ങൾ ചിറ്റൂർ നിവാസികൾക്ക് ക്ഷേത്രം പോലെ അത്രയും അതിപാവനമാണ് ഗുരുമഠം. അവിടെ ഞങ്ങളുടെ എല്ലാം വിദ്യാരംഭം കുറിച്ചത് അവിടെയാണെങ്കിൽ അതൊന്നും ഇപ്പോൾ ഓർമ്മയിലില്ലല്ലോ. ഞങ്ങളുടെ മകൻ്റെ വിദ്യാരംഭത്തിന് അവിടെ ചെന്നപ്പോൾ ഗുരുമഠത്തിലെ മുറ്റത്തെ വെള്ള മണലിൽ കുഞ്ഞു വിരലുകൾ വരയും കുറിയും ഒക്കെ ഇങ്ങനെ കോറിയിടുമ്പോൾ ഉത്തരരാമായണം എഴുതിയതാന്ന് ഞങ്ങളൊക്കെ ഉറച്ചു വിശ്വസിക്കുന്ന എഴുത്താണി കൊണ്ട് അവൻ്റെ നാവിൽ ഹരിശ്രീ എന്നൊക്കെ എഴുതിക്കുമ്പോൾ മനസ്സ് മുഴുവൻ നിറയുന്ന പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ. അക്ഷരങ്ങളെ സ്നേഹിച്ച, അക്ഷരങ്ങൾ മാത്രം സമ്പാദിച്ച ദരിദ്രനായ ഒരു ആചാര്യൻ്റെ ഭവനത്തോട് ഒരു നാട് കാണിക്കുന്ന ആദരവ്, ഭക്തി, ഗുരുനാഥൻ്റെ കരുണാമയമായ അനുഗ്രഹവും നേരറിവിൻ്റെ തെളിവും അക്ഷയമായ ആനന്ദവും ഇത് വായിക്കുന്നവർക്ക് സുലഭമാകട്ടെ എന്നൊരു പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. സുലഭമാകട്ടെ, നമുക്ക് എല്ലാവർക്കും സുലഭമാകട്ടെ. ആചാര്യ ദേവോഭവ എന്നാണല്ലോ ഭാരതീയ സങ്കല്പം. ശ്രീമാൻ സി രാധാകൃഷ്ണന്റെ പുസ്തകങ്ങൾ എന്ന് ഓർക്കുമ്പോഴേക്കും മനസ്സിൻ്റെ പടിക്കൽ വന്ന് തിക്കും തിരക്കും കൂട്ടുന്ന ഒരു 100,000 കഥാപാത്രങ്ങളുണ്ട്. എങ്കിലും കൂടുതൽ മിഴിവോടെ, കൂടുതൽ തെളിവോടെ ആദ്യം പടിവാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി വരുന്നത് 2 വൃദ്ധരാണ്. രാത്രിയിൽ ചക്കിൻ്റെ കരച്ചിൽ ശ്രുതിയാക്കി രാമായണം കിളിപ്പാട്ട് രൂപത്തിൽ പാടുന്ന വന്ധ്യവയോധികനായ ഒരു ആചാര്യനും തീക്കനൽ പോലെ പൊള്ളിയ വെള്ളാരങ്കല്ല് നിലത്തെറിഞ്ഞ്
തിടുക്കത്തിൽ പടി കടന്നു മറയുന്ന മറ്റൊരു വൃദ്ധനും. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, മുട്ടത്തോറയ്ക്ക് ലളിതാംബിക പണ്ഡിറ്റ് കറുപ്പൻ, മൂലൂര് ജി ശങ്കരക്കുറുപ്പ്, ഓടക്കുഴൽ പത്മപ്രഭ, ദേവി പ്രസാദം, അബുദാബി മലയാള സമാജം. ഇനി എന്താ ഞാൻ പറയുക? എൻ്റെ മനസ്സിൽ നിൽക്കാത്തതും ഓർമ്മയിൽ വരാത്തതുമായ അനവധി നിരവധി പുരസ്കാരങ്ങളാൽ പദവികളാൽ സമ്മാനിതനായ ശ്രീമാൻ സി രാധാകൃഷ്ണൻ സർ നമ്മുടെ ഈ ചെറിയ ആഘോഷത്തിൽ ഒരു വലിയ സാന്നിധ്യമായതിന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും 100,000 നന്ദി. ഇതിനവസരമൊരുക്കിയ വിശാഖപട്ടണം കേരള കലാസമിതിക്കും നന്ദി. ഈ ഇരിക്കുന്ന എല്ലാ സഹൃദയ സുഹൃത്തുക്കൾക്കും നന്ദി. എല്ലാവർക്കും നന്ദി. നമസ്കാരം.